യേശുവിൽ പ്രിയരെ, എല്ലാ ദിവസവും നമ്മൾ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ശക്തിയുടെ ധൈര്യത്തിൻ്റെ വാക്കുകൾ പറയണം. ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ? കർത്താവ് ജോഷയോട് പറഞ്ഞ വചനങ്ങളെ ഓർക്കാം. നമുക്ക് ഭയത്തിൻ്റെ വാക്കുകൾ പറയാതിരിക്കാം, ധൈര്യത്തിൻ്റെ വാക്കുകൾ പറയാം. ഭയത്തിനോട് സഹകരിക്കാതിരിക്കാം. മറിച്ച് ധൈര്യം. എന്തിനാണ് ധൈര്യം? ധൈര്യം നമുക്ക് ആവശ്യമാണ്. യേശുവിൽ പ്രിയരെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ ദൈവകൽപ്പനകൾ പാലിക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടും. സ്വന്തം പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ? കർത്താവ് ജോഷയോട് പറഞ്ഞ വചനങ്ങളെ നമുക്ക് ഈ സമയം ഓർക്കാം. ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭയത്തിൻ്റെ വാക്കുകൾ ഒഴിവാക്കാം. ധൈര്യത്തിൻ്റെ, ധീരതയുടെ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് പരിശീലിക്കാം. ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാം. മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നമുക്ക് സഹായിക്കാം. ധൈര്യമുണ്ടെങ്കിലേ ഇതെല്ലാം കഴിയൂ. അല്ലെങ്കിൽ നാം ഒളിച്ചോടുന്നവരായി മാറും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.